വിവാദങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് അംഗം സുമാ താരിയൻ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി യുഡിഎഫിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ ശനിയാഴ്ചത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലീഗും കോൺഗ്രസും ബഹിഷ്കരിച്ചിരുന്നു. താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചാണ് ഇരുവിഭാഗവും ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് എത്തിയത്. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സുമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പത്തൊൻപത് സീറ്റുകളുള്ള തിരുവാലിയിൽ യുഡിഎഫിന് 11 LDFിന് 8 അംഗങ്ങളുണ്ട്. ഇതിൽ കോൺഗ്രസിന് 7 ലീഗിന് 4 മെമ്പർമാരാണുള്ളത്. തിരുവാലിയിൽ ഒരു തവണ മാത്രമാണ് മുൻപ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് കോൺഗ്രസ് അംഗങ്ങളായിരുന്നു 5 വർഷവും പ്രസിഡന്റ് കസേരയിൽ ഇരുന്നത്. ഇത്തവണയും അത് തുടരണമെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ ഇത്തവണ ലീഗ് 2.5 വർഷം പ്രസിഡന്റ് പദവി ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം ആരംഭിച്ചത്. ഇതിന് കോൺഗ്രസ് അംഗങ്ങൾ വഴങ്ങാതായതോടെയാണ് ലീഗ് അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. ഇതോടെ കോൺഗ്രസ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. ഇടതംഗങ്ങളെല്ലാം എത്തിയിരുന്നുവെങ്കിലും ക്വാറം തികയാതെ ആയതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റും ലീഗ് അംഗം വൈസ് പ്രസിഡന്റുമായി തുടരും. ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ഒരു ദിവസം തുടക്കമാണ്. പരമാവധി ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളെ നിറവേറ്റാൻ പരമാവധി പ്രയോജനപ്പെടുത്തും. അതോടൊപ്പം തന്നെ യാതൊരു രാഷ്ട്രീയമോ മതം ജാതി ഭേദമോ നോക്കാതെ ക്ഷേമകാര്യത്തിൽ ക്ഷേമമാണ് UDFിന്റെ ലക്ഷ്യം. തിരുവാലി വികസനത്തിന് വേണ്ടി 19 വാർഡിലുള്ള മെമ്പർമാരും ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ തിരുവാലി പഞ്ചായത്തിൽ വികസനത്തിനൊരു മാറ്റം സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥാനം ലഭിക്കാൻ കാരണം നമ്മുടെ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പുകൾ ജനങ്ങൾക്ക് മനസ്സിലായതോടുകൂടിയാണ് ഈ ഒരു തിരുവാലി പഞ്ചായത്ത് UDFിന്റെ നേതൃത്വത്തിൽ വന്നത്. അതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും തിരുവാലിലുള്ള എല്ലാ നാട്ടുകാരോടും ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തരുടെ പേര് നോൽക്കാതെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വിനയത്തോടും സ്നേഹത്തോടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവാലി പഞ്ചായത്തിലുള്ള സ്റ്റാഫുകളോട് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദി അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം UDF നേതാക്കളും പ്രവർത്തകരും പുതിയ പ്രസിഡന്റിനെയും വാർഡംഗങ്ങളെയും പങ്കെടുപ്പിച്ച് അങ്ങാടിയിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA ഇബ്നു ഖദീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് നജീബ്, സെക്രട്ടറി അസീസ് ഹാജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവാലി.
തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.